ഈ ബലാത്സംഗം ചെയ്യാൻ പറ്റുന്ന സ്ഥലം മാത്രം കാണിച്ചാൽ മതി. ഇപ്പം ക്യാമറ ചെയ്യുന്നത് ഇനിയിപ്പോൾ ആണാണെങ്കിൽ വേണമെങ്കിലും എനിക്ക് ബലാത്സംഗം ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്യും. ഡ്രസ്സ് അവൻ മര്യാദ ഇട്ടേക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ബലാത്സംഗം ചെയ്യുന്നതിന് അതുപോലത്തെ ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലോ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു 24 തമ്മിൽ എന്ന് പറഞ്ഞൊരു പരിപാടിക്കകത്ത് നമ്മുടെ ഈ തമ്മിൽ അറിയാമല്ലോ, തമ്മിൽ അതിനകത്ത് ഒരു ഡിസ്കഷൻ നടന്നത് സ്ത്രീകളുടെ വേഷം വെച്ചിട്ട് ജഡ്ജ് ചെയ്യണമെന്നോ വേണ്ടെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മെൻസ് കമ്മീഷൻ ആരാണ്ടൊക്കെ വന്നിരിപ്പുണ്ട്. അത് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആ പരിപാടി കണ്ടുമില്ല. ഇങ്ങനത്തെ പരിപാടികൾ കാണാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് എന്തോ വിലക്കോ, സ്ത്രീകളുടെ വസ്ത്രത്തിന് വിലക്കോ എന്ന് ചോദിച്ചുകൊണ്ട് മറ്റേ മെൻസ് കമ്മീഷൻ അജിത്തൊക്കെ അവിടെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ കാണാം. ഞാൻ ആ പരിപാടി കണ്ടില്ല. പക്ഷെ പൂജ ദേശത്തിന്റെ പേരിലാണോ സ്ത്രീയുടെ വ്യക്തിത്വം വിലയിരുത്തേണ്ടത്? 24 ന്യൂസ് ചാനലിന്റെ പ്രൈം ടൈം ഡിബേറ്റ് എന്നെ ഏറ്റവും ഡിസപ്പോയിന്റഡ് ആക്കിയത് ആ ഡിബേറ്റിൽ ആര് ജയിച്ചു എന്നുള്ളതല്ല, ഇങ്ങനെ ഒരു ഡിബേറ്റ് തന്നെ ഉണ്ടായല്ലോ. സ്ത്രീകളുടെ ഡ്രസ്സിങ് വെച്ചിട്ട് അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ഇല്ലാന്നേ. അതല്ല എന്റെ പ്രശ്നം. ഇങ്ങനത്തെ ഡിസ്കഷൻ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ഡിസ്കഷൻ ഉണ്ടാക്കുന്നത് ആര്, എന്തുകൊണ്ടുണ്ടാകുന്നു, ഇനി അഥവാ ഉണ്ടായാൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ളവർ റിയാക്ട് ചെയ്യുന്നു? ഏത് വേഷം ധരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, അത് അവരുടെ ഒരു സ്വാതന്ത്ര്യമാണ്. അതാണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും വ്യത്യാസമൊന്നുമില്ല. ഇനി ഏതെങ്കിലും പട്ടിക്കോ പൂച്ചയ്ക്കോ കാക്കയ്ക്കോ കഴുകനോ ഇനി വല്ല പുലിക്കോ സിംഹത്തിനോ വേഷം കിട്ടണമെന്ന് തോന്നിയാൽ വേഷം കിട്ടുന്നതിനും സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും ആരും അവിടെ തടയുന്നൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ഈ കാര്യം പറയുമ്പോൾ പൊതുവേ ഒരാൾക്കാർ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് എന്ത് വേഷം ഇട്ടും എങ്ങനെയും ഇതുവഴി നടക്കാം, അല്ലെങ്കിൽ ഈ നാട്ടിൽ അതിനുള്ളൊരു ഫ്രീഡം ഉണ്ട് എന്ന് പറയുന്നിടത്ത് ചെറിയൊരു കുഴപ്പമുണ്ട്. ഇവിടെ ബലാത്സംഗം ചെയ്ത പലരും പറയുന്നത് ആ ഒരു കുട്ടിയുടെ വേഷം കണ്ടപ്പോൾ പുള്ളിക്കാരി എന്തോ അങ്ങനെ ഇറങ്ങി നടക്കുകയാണെന്ന് തോന്നി എന്ന് പറയുന്നുണ്ട്. അത്രയും മാനസിക രോഗങ്ങളാണത്. അത് ഒരിക്കലും അയാൾ പറയുന്നത് കൊണ്ട് ഇടാൻ പാടില്ല എന്നുള്ളതല്ല. ഇതുപോലുള്ള ഒരുപാട് മാനസിക രോഗികൾ ഈ നാട്ടിലുണ്ട്. പലർക്കും ഇപ്പോൾ ഒരു വേഷം കണ്ടു കഴിഞ്ഞാൽ പ്രൊവോക്ഡ് ആവാനോ അല്ലെങ്കിൽ ട്രിഗർ ആവാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്റ്റേറ്റ് അത്രയും നമ്മുടെ ഇവിടുത്തെ എല്ലാവരുടെയും മാനത്തിനും സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും പണത്തിനും ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സാധനം വേണ്ട രീതിയിൽ നടക്കുന്നില്ല. അപ്പോൾ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ ഭ്രാന്തന്മാർ ഇവിടെ ചുമ്മാ നടക്കുക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ഗവൺമെൻറ് നല്ലപോലെ അറിയാം, പോലീസിനറിയാം, എല്ലാവർക്കും അറിയാം, ചാനലുകാർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ നടക്കുന്നവന്മാരുടെ മുന്നിൽ കൂടെ ചിലപ്പോൾ നടന്നു കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ എല്ലാവരും ചുരിദാർ സാരി കൊടുത്ത് നടക്കുന്നു, ചിലർ പർദ്ദ ഇട്ട് കിടക്കുന്നു. അതിനിടയിൽ ഒരു പെങ്കൊച്ച് ഭയങ്കര ഷോർട്സ് ഒക്കെ ഇട്ട് മറ്റേ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് കുറച്ച് എക്സ്പോസ് ചെയ്ത് പോവുകയാണെങ്കിൽ അവൻ ആ ശ്രദ്ധ കിട്ടുകയും അവൻ ആ സാധനം ചിലപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കാണുമ്പോഴാണോ ഇനി ആ ട്രിഗർ ആവുന്നത്, ഇയാളുടെ സൈക്കാട്രിക് കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പം മറ്റ് ഡെവലപ്ഡ് കൺട്രീസിൽ ഇത്തിരി സൈക്കാട്രിക് കണ്ടീഷൻ ഉള്ളവർക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അവർക്ക് പൊതുസ്ഥലങ്ങളെന്ന് പറയുന്നത് പോലും കുറച്ച് സേഫ് ആൻഡ് സെക്യൂർ ആണ്. പക്ഷേ ഇവിടുത്തെ പൊതുസ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ പലതും ഇടവഴിയും കാട് പിടിച്ച് കുറ്റിക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റേ പുറയിലൂടെയുള്ള വഴി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ രാത്രി കാലങ്ങളിൽ കറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എവിടെ വേണമെങ്കിലും ബലാത്സംഗം ചെയ്യാൻ പറ്റുന്ന, പകൽ പോലും ബലാത്സംഗത്തിന് സാധ്യമായ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്കിപ്പോൾ ഇവിടെ എൻ്റെ ക്യാമറ ചെയ്യുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ നൈസായിട്ട് ഇതേ ക്യാമറ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒന്ന് കാണിക്കൂ, എല്ലാവരും ഒന്ന് കാണട്ടെ. എൻ്റെ ഇവിടെ എനിക്ക് ബലാത്സംഗം ചെയ്യാൻ ആരും അറിയത്തൊന്നുമില്ല, ഇവിടെ അടുത്തൊന്നും വീടൊന്നും ഇല്ല, ഇതൊരു കാട് പിടിച്ച പ്രദേശമാണ്, എന്നാൽ എൻ്റെ വീടിൻ്റെ അടുത്താണ്, എനിക്ക് ഇവിടെ ബലാത്സംഗം ചെയ്യണം ചെയ്യാന്ന് അത്രയും കാണിക്കണ്ട. ഈ ബലാത്സംഗം ചെയ്യാൻ പറ്റുന്ന സ്ഥലം മാത്രം കാണിച്ചാൽ മതി. ഇപ്പം ക്യാമറ ചെയ്യുന്നത് ഇനിയിപ്പോൾ ആണാണെങ്കിൽ വേണമെങ്കിലും എനിക്ക് ബലാത്സംഗം ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്യും. ഡ്രസ്സ് അവൻ മര്യാദ ഇട്ടേക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ബലാത്സംഗം ചെയ്യുന്നതിന് അതുപോലത്തെ ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലോ? അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള പ്രദേശങ്ങൾ, ഇവിടുത്തെ ഒരു ജീവിത സാഹചര്യം, ഇവിടുത്തെ ജോഗ്രഫി, ഇവിടുത്തെ മറ്റേ സോഷ്യൽ സെക്യൂരിറ്റി, ഇതെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഒരു രീതി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലായിടത്തും ഈ വേഷം ഇടാൻ പറ്റത്തില്ല. ഈ വേഷം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇത്തിരി വെൽ സെറ്റിൽഡ്, ഇപ്പോൾ കാറുണ്ട്, ഒരു നല്ല വീടുണ്ട്, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഫ്ലാറ്റിലാണെങ്കിൽ ഈ എന്താ വേണ്ടേ ഗേറ്റഡ് കമ്മ്യൂണിറ്റി, അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അങ്ങനെയുള്ളിടത്തൊക്കെ ജീവിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഈ കാറെ കയറി നേരെ നിന്ന് പബ്ബിലോട്ടോ ബാറിലോട്ടോ ഷോപ്പിംഗ് മോളിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനത്തെ ഡെസ്റ്റിനേഷൻസിലെത്തി അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് എന്ന് പറയുന്ന പോലെ ആ ഒരു ലൈഫ് സ്റ്റൈലുള്ളവർ ഏത് വേഷം ഇട്ടാലും ചിലപ്പോൾ ഈ പറഞ്ഞവൻ്റെ കണ്ണിപ്പെടത്തില്ല. അവൻ കറങ്ങി നിൽക്കുന്ന മൊത്തം ഇടവഴിയിലും ഈ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് സൈഡിലും റെയിൽവേ സ്റ്റേഷൻ സൈഡിലും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഗോവിന്ദ് ജാമ്യ റെയിൽവേ സ്റ്റേഷനിൽ ഈ പീഡനം നടത്തുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പലരെയും കൊന്നിട്ടേക്കുന്നതൊക്കെ സ്ഥലങ്ങൾ അറിയാമല്ലോ എവിടെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരുടെ അറ്റൻഷൻ പിടിക്കാതിരിക്കുന്ന തന്നെയാണ്. പക്ഷേ ഇവർ പിടിക്കാനും ബലാത്സംഗം ചെയ്യാനും ഡ്രസ്സൊന്നും കാര്യമല്ലെന്നും നമുക്കറിയാം. പക്ഷേ അല്ലാത്ത ചില ആൾക്കാരുണ്ട്, ചെറിയ പിടിയും വലിയൊക്കെ ആയിട്ട് നടക്കുന്നവർ, പെർവേർട്സ് ഉണ്ട്. സൈക്കാട്രിക് കണ്ടീഷൻ ഉള്ളവന് ഏത് ഡ്രസ്സ് ഇട്ടാലും ഇല്ലെങ്കിലും ബലാത്സംഗം ചെയ്യണേ ചെയ്യുക. അത് ചാവത്തിനെ വരെ ബോധിക്കാൻ തയ്യാറായിട്ടുള്ള ടൈപ്പ് ആളുകൾ ഇവിടെ ഉണ്ട്. തയ്യാറെന്നല്ല പറഞ്ഞാൽ അത്രയും മാനസികാവസ്ഥയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവനെ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഡ്രസ്സ് ഇട്ടുകൊണ്ടൊന്നും തടയാൻ പറ്റത്തില്ല. അതല്ല പിന്നെ വല്ല ഇരുമ്പിൻ്റെ ഉരുക്കിൻ്റെ വല്ല എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പെൺകുട്ടികൾ ഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനെപ്പറ്റി അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെയുള്ളവർ പറയുന്നതേ ഇത്തിരി ഒരു കാര്യം പറയുന്നുണ്ട്. ഇതിൻ്റെ ലൈറ്റർ വേർഷൻസ് ഉണ്ട്. അതാണ് ഈ ബസ്സേ വരുന്നതും അല്ലെങ്കിൽ പുറകെ നിന്ന് പിടിക്കുന്നതും ജാക്കി വെപ്പുകാരും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ളത്. അപ്പോൾ അത്രയും ആൾക്കാരുടെ അറ്റൻഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ നാടൊരു നശിച്ച നാടാണ്. ഇവിടെ ഉള്ളത് പിന്നെ എല്ലാവരും അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ട്
വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ പ്രദേശത്തു നിന്നുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് കൊച്ചി വന്നാൽ പോലും അവർ ഇതെന്തോ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ എന്തോ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തേക്കുന്നത് ചോദിക്കുന്നവരാണ്. അവർ ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയ്ക്ക് ഇങ്ങനെ നോക്കുമായിരിക്കും, എല്ലായിടത്തും നോക്കും. ഞാനും ഇവിടെ നോക്കുന്നുണ്ട്, ഇതെന്തോ ഇത് സൂപ്പറാണല്ലോ, നല്ല രസമുണ്ടല്ലോ നോക്കുന്നവർ പോലും നോക്കി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് സ്ഥിരമായി കഴിയുമ്പോൾ ആരും ശ്രദ്ധിക്കാണ്ടാവും. പക്ഷേ കേരളത്തിലെ അവസ്ഥ അങ്ങനെയല്ല. കേരളത്തിൽ നല്ല ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിലും അത്ര ഡെവലപ്ഡ് അല്ല. ഡെവലപ്ഡ് ആകുന്ന ഒരു സ്ഥലത്ത് ഇത് ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, ആർക്കും നോട്ടം കിട്ടത്തില്ല, ആരും ചോദിക്കാൻ വരത്തില്ല, ആരും നോക്കി വായും പിടിച്ച് നിൽക്കത്തില്ല, കയറി പിടിക്കത്തില്ല, തട്ടത്തില്ല, മുട്ടത്തില്ല. ബലാത്സംഗം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ബലാത്സംഗം ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ലോകത്ത് എവിടെയും ബലാത്സംഗം നടക്കും. അത് അമേരിക്കയിലും UK-യിലും അറബികളുടെ ഇടയിലും ഇന്ത്യൻസിന് ആഫ്രിക്ക എവിടെയെല്ലാം ബലാത്സംഗം ഉണ്ടോ, അത് ഏത് പ്രായമെന്നോ ഏത് ജെൻഡറെന്നോ അങ്ങനെയൊന്നും വ്യത്യാസമില്ലാതെ മൃഗങ്ങളെയാണെങ്കിൽ പോലും ബലാത്സംഗം ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവർ പറയുന്നത് ഇതാണെങ്കിൽ പോലും അതിനകത്ത് കാര്യമില്ല. പക്ഷെ ബാക്കി ഇതിൻ്റെ ലൈറ്റർ വേർഷൻസ് ഉണ്ട്, അത് മറക്കണ്ടായിരുന്നു. അവരാണ് ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാതെ ഈ നാട്ടിൻപുറത്തിരുന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെല്ലവനൊക്കെ ഇരുന്ന് കഥ പറയുന്നവരെ ഈ ഡ്രസ്സ് കാരണം ജഡ്ജ് ചെയ്യുമോ എന്ന് വെച്ചാൽ ജഡ്ജ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അത് ആ ഒരു ടൈപ്പ് എന്താ പറയുക സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല, ദോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് നമ്മുടെ നാട് അങ്ങനെ അത്രയും മതപ്പതിച്ച പിന്തിരിപ്പൻ ആശയങ്ങളായിട്ട് ജീവിക്കുന്ന മനുഷ്യരുള്ളതുകൊണ്ടാണ് ഇവിടെ ഇപ്പോഴും എല്ലാ അമ്പലങ്ങളും എല്ലാ പള്ളികളും എല്ലാ മോസ്കിലും നല്ല രീതിയിൽ പ്രാർത്ഥനയും ഫണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഡ്രസ്സ് ചെയ്യുന്ന കണ്ടുകൊണ്ട് സാധാരണക്കാരെല്ലാം ഡ്രസ്സ് ചെയ്താൽ ചിലപ്പോൾ ഈ ഒരു ട്രെയിൻ ഇറങ്ങി നടന്നു പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഒരുത്തം പുറകെ വന്നിരിക്കും. അതൊരു അവൻ്റെ ശ്രദ്ധ കിട്ടി അവൻ അങ്ങനെ തോന്നുന്നുള്ളത്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഇവിടെ ഉള്ളവന്മാർ. ഇവരുടെ ഡ്രസ്സ് ഇച്ചിരി കുറഞ്ഞു പോയാൽ നോട്ടം മാറും. പിന്നെ ഇവിടുത്തെ സിനിമകളിലാണെങ്കിലും ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് കാണിക്കുന്ന ഏതെങ്കിലും ക്യാരക്ടേഴ്സിനാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ ഭയങ്കര കുലസ്ത്രീയൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര നീറ്റും ഡീസൻറ്റ് നായി കുറച്ച് ഭയങ്കര മറ്റേതും. പക്ഷേ ഇച്ചിരി അങ്ങോട്ട് ഡ്രസ്സ് മാറ്റി ഇട്ട് കാണിക്കുന്ന എല്ലാം സെക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കണ്ടിരിക്കുന്നവരെ ഒന്ന് കമ്പിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണികൾ, പിന്നെ ഇതുപോലത്തെ പരിപാടികൾ മൊത്തം അവതരിപ്പിക്കുമ്പോൾ പ്രശ്നമുണ്ട് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. ഇവിടെ മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയല്ല ഇതിനെ ഇത് ചെയ്യുന്നത്. എന്താ പറയുക, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടേ അവിടെ ഉള്ളവർക്ക് ഇല്ലെന്നേ. ഡെവലപ്ഡ് കൺട്രീസിനെ നോക്കി ജീവിക്കരുത്. അവിടുത്തെ സാഹചര്യം ഇവിടെ ഇല്ല. പിന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ കുറച്ചെങ്കിലും ഉള്ളത് കുറച്ച് പൈസ ഉള്ളവർക്കാണ്. അങ്ങനെയുള്ളവർ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഇടത്തരം സാധാരണക്കാരൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടായില്ലെന്നിരിക്കും, വേറെ എന്തെങ്കിലും റിസൾട്ട് ആയിരിക്കും വരുന്നത്. ഓക്കെ.